ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അസ്ന ആഷിഖ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ എനിക്കും സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ മീഷോ ഹോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടെന്ന് വിചാരിക്കുകയാണ്. അഗെയിൻ നമ്മൾ മീഷോ ഹോൾ വീഡിയോ കൂടെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് കുർത്തീസ് ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഒരൊറ്റ സ്യൂട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് പെയർ ചെയ്തിട്ട് നമ്മൾ ഫ്ലാറ്റ്സും അതുപോലെ ഇയറിംഗ്സും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മീഷോ എന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ നമ്മൾ മീഷോ ഫൈൻഡ് ആയിട്ട് നമ്മൾ എന്തൊക്കെ വാങ്ങി കാണിച്ചു തരാം. അപ്പൊ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്കും കൂടെ ചെയ്തേക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഡ്രസ്സാണ് കേട്ടോ. ഭയങ്കര പ്യുവർ വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് ആയിട്ട് നമുക്ക് തോന്നും. ഇതിന്റെ നെക്കിൽ ഇതുപോലത്തെ ഒരു പ്രിന്റിങ് വർക്ക് ഉണ്ട്. പ്രിന്റിങ് അല്ല, സ്വീക്വൻസ് ആയിട്ടുള്ള വർക്കാണ്, ലേസ് ആണ്. ഇവിടെ സ്ലീവിൽ ഈ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു എൻ പോർഷനിൽ, നമ്മുടെ കുർത്തിയുടെ എൻ പോർഷനിൽ ഇതുപോലെ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ നല്ല സ്റ്റാൻഡേർഡ് ലുക്കിൽ വരുന്ന അടിപൊളി ഒരു വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കുർത്തിയാണ്. അപ്പോൾ ഈ ഒരു കുർത്തി വെച്ചിട്ടാണ് ഞാൻ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ ബാക്കിൽ വർക്കോ കാര്യങ്ങളൊന്നുമില്ല, സ്ലിറ്റ് വരുന്ന കുർത്തിയാണ്. ഈ ഒരു സ്ലിറ്റിന്റെ ഈ ഒരു സൈഡ് വരെ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ്. കണ്ടോ, ലൈനിങ് അവൈലബിൾ ആണ്. സ്ലീവിലൊന്നും ലൈനിങ് ഇല്ല, 3/4 സ്ലീവ് ആണ്. സൈസ് വന്നിട്ട് സ്മോൾ ആണ് എടുത്തിട്ടുള്ളത്. XXL വരെ അവൈലബിൾ ആണ്. ഇതിന് പ്രൈസ് വന്നിട്ടുള്ളത് 980, 1000 റുപ്പീസിന്റെ താഴെയാണ് എന്തായാലും പ്രൈസ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി കുർത്തിയാണ്. ഇതൊരു സെറ്റ് ആണ് വന്നിട്ടുള്ളത്. ഇതിലോട്ട് പാന്റ് ഉണ്ട്. പാന്റ് വന്നിട്ട് വൈറ്റ് കളറിലുള്ള ഒരു പാന്റാണ്. ഇവിടെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ ലൈനിങ് കൊടുത്തിട്ടില്ല, പക്ഷെ നല്ല കംഫർട്ട് ആയിട്ട് ഇടാൻ പറ്റുന്നതാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു വൈറ്റ് പാന്റ് ആണ്, കോട്ടൺ ആണ്. ഇതിന്റെ കൂടെ ഒരു ഷോളും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഷോള് വന്നിട്ട് കോട്ടൺ അല്ല, പക്ഷെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഷോള് കാണാൻ നല്ല ഭംഗിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഷോളിൽ ഇതുപോലത്തെ സ്വീക്വൻസ് വർക്ക് ഇടയ്ക്കിടെ കൊടുത്തിട്ടുണ്ട്. ഷോളിന്റെ ഏറ്റവും എൻഡ് പോർഷനിൽ ഇതുപോലത്തെ വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുള്ള ഒരു ഷോളാണ്. എനിക്ക് വൈറ്റ് കളർ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് തന്നെ ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വൈറ്റ് ഡ്രസ്സിലോട്ട് ഞാൻ ഇയറിങ്സും അതുപോലെ ഞാനൊരു ചുട്ടിയും കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ട് ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വിയർ ലുക്ക് വേണ്ടിയിട്ട് കുറച്ച് വലുപ്പമുള്ള കമ്മലാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി വൈറ്റ് കളറിൽ ഇതുപോലത്തെ മിറർ വർക്ക് അല്ല, പക്ഷെ അതുപോലത്തെ നല്ല ഭംഗിയുള്ള കേട്ടോ. ഇതിന് എനിക്ക് തോന്നുന്നു അധികം എന്താ പറയുക, അധികം പ്രൈസ് ആയിട്ടില്ല, 150 അങ്ങനെ എന്തോ പ്രൈസ് ആണ്. പക്ഷെ ഇത് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, ഭയങ്കര വെയിറ്റ് കമ്മി ആയിട്ടുള്ളൊരു ഇയറിങ്സ് ആണ്. നല്ല ക്വാളിറ്റി ഉള്ള ഇയറിങ്സ് ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വൈറ്റും കൂടെ അല്ല, ഇവിടെ പേൾസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഏതൊരു കളറ് ചുരിദാറിലോട്ടും സെലക്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയാണ് കേട്ടോ. ഇതിലോട്ട് ഈ ഇയറിങ്സിന് പുറമെ നമുക്കൊരു ചുട്ടി കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചുട്ടിയും അതേ സെയിം, ഇതൊരു കോംബോ ആയിട്ടാണ്. നല്ല അടിപൊളി ചുട്ടിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചുട്ടി വെച്ചിട്ട് എനിക്ക് ഭംഗിയുണ്ടോ ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് ചുട്ടി വെക്കുന്നത്. എൻ്റെ കല്യാണത്തിന് വെച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ വെച്ചിട്ടില്ല. ഓക്കെ, അങ്ങനെ ഒരു ചുട്ടിയും എടുത്തിട്ടുണ്ട്. സിമ്പിളാണ്, ഒരുപാട് ഭയങ്കര ഹെവി സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ അതിലോട്ട് മെയിൻ ആയിട്ടൊരു ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ട്. ഫ്ലാറ്റ് അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫ്ലാറ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ, വൈറ്റ് കളറിലുള്ള ഫ്ലാറ്റാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഫ്ലാറ്റ് മീൻസ് ചെറിയൊരു ഹീൽ കേട്ടോ, 1/2 ഇഞ്ച് ഹീലൊക്കെ ഉണ്ടാവത്തുള്ളൂ, ഒരു മോഡേൺ ആയിട്ടുള്ളത്. വൈറ്റിൽ ഈ ഒരു സിൽവർ സംഗതി വന്നിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ചെരുപ്പാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സംഭവം പുറത്തൊക്കെ ഇട്ടാൽ ചളിയാവും, അത് വേറെ കാര്യം. എന്നാലും നമുക്ക് കളർ കണ്ടാൽ എടുക്കാൻ പറ്റില്ലേ. ഇതിൻ്റെ ഈ ഒരു വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ ചെരുപ്പ് ചളിയൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ പൊളിഞ്ഞു പോരാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു യെല്ലോ കളറിൽ ഞാനൊരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ വെള്ളം തട്ടിയാൽ കേട്ടോ, ഒരുപാട് വെള്ളമൊക്കെ തട്ടി പൊതിർന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ തൊലി ഇങ്ങനെ പോരുന്ന പോലെ പോരും. പക്ഷെ ഞാനത് തുന്നിയിട്ടിട്ട് കുറേ കാലം തുന്നിയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ചെരുപ്പ് പൊളിഞ്ഞു പോന്നിട്ടൊന്നുമില്ലായിരുന്നു. അതിൻ്റെ ആ ഒരു യെല്ലോ കളർ പോർഷൻ, ഈ ഒരു വൈറ്റ് സൈഡിൽ ഉണ്ടായിരുന്ന പോർഷൻ മഴ നനഞ്ഞ് പോരുന്നുണ്ടായിരുന്നു, അല്ലാത്ത കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല.
നല്ല അടിപൊളിയാണ്. ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് 6 ആണ്. അതായത് എൻ്റെ ഫീറ്റിന്റെ അളവ് വന്നിട്ട് 24.5 സെന്റിമീറ്റർ ആണ്. അതിന് വെച്ചിട്ട് 6 ആണ് സൈസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 39 ആണ് സൈസ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 500 റുപ്പീസ് ആ ഒരു റേഞ്ചിൽ വരുന്ന ചെരുപ്പാണ്, ലെതറാണ്. പക്ഷെ ആ ഒരു പ്രൈസിന് എന്തായാലും ക്വാളിറ്റി ഉള്ളതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു ഇയറിങ്സും പിന്നെ ഈ ഒരു ഡ്രസ്സും ഈ ഒരു വൈറ്റ് ഇതും കൂടെയാണ് മാച്ച് ചെയ്ത് ഇടാൻ പോകുന്നത്. പിന്നെ ഞാൻ ഇതിലോട്ട് വേറെ സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു, സ്കേർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന്റെ സ്കേർട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിലോട്ട് പെയർ ചെയ്ത് ഇടാൻ പറ്റിയിട്ടുള്ള ഷർട്ടും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിന്റെ വീഡിയോ പിന്നെ അപ്ലോഡ് ചെയ്യാം. സ്കേർട്ട് ഞാൻ കാണിച്ചു തരാം. ബ്ലൂ കളറിലുള്ള ഒരു ഡെനിം സ്കേർട്ടാണ് ഇത് വന്നിട്ട്. കണ്ടോ, നല്ല അടിപൊളി സ്കേർട്ടാണ്. ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബട്ടൺസ്, ഈ ഒരു കളർ ബട്ടനാണ് കൊടുത്തിട്ടുള്ളത്. 2 പോക്കറ്റ്സ് ഉണ്ട് സൈഡിൽ. ഫ്രണ്ട് സൈഡിൽ വന്നിട്ട് 2 പോക്കറ്റ് ഉണ്ട്. ഫ്രണ്ടിലാണ് ഈ ഒരു ബട്ടൺസ് എല്ലാം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും എൻഡ് പോർഷനിൽ ഇതാ ഇവിടം വരെ കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴെയായിട്ട് ഈ ഒരു ബട്ടൺസ് ഉണ്ടെങ്കിലും ഈ ഒരു ബട്ടൺസ് ഒക്കെ ഷോ ബട്ടൺ ആണ്. താഴെ ഈ ഒരു സൈഡിൽ മാത്രമാണ് ഓപ്പൺ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ഇതാ ഈ ഒരു ഇവിടെ ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ബട്ടൺസ് ഒക്കെ ഷോ ബട്ടൺ ആണ്, നമുക്ക് അയക്കാൻ പറ്റത്തില്ല. ബാക്ക് സൈഡ് വന്നിട്ട് ഫുൾ ഇങ്ങനെ പ്ലെയിൻ ആണ്, ഓപ്പണോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 600 റുപ്പീസ് ആണ്. കാരണം ഞാൻ കുറച്ച് അധികം റേറ്റ് ഉള്ള 600 റുപ്പീസിനൊക്കെ റേറ്റ് ഉള്ളതാണ് എടുത്തിട്ടുള്ളത്. കാരണം കുറച്ച് ക്വാളിറ്റി ഉള്ളതാവണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസിന് എന്തായാലും വേണം. പിന്നെ പോരാത്തതിന് നമ്മൾ മീഷോയിലൊക്കെ സെലക്ട് ചെയ്തപ്പോൾ കാഫ് ലെങ്ത്, അതായത് ഫുൾ ലെങ്ത്തിനുള്ള സ്കേർട്ട് കുറവായിരുന്നു. കാഫ് ലെങ്ത്തിൽ, അതായത് നമ്മുടെ കാലിന് കുറച്ച് കയറി നിൽക്കുന്ന ഡെനിം സ്കേർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതെനിക്ക് വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ തിരഞ്ഞ് തപ്പി കിട്ടിയതാണ് 600 റുപ്പീസിൻ്റെ ഈ ഒരു ഫുൾ ലെങ്ത്തിലുള്ള ഡെനിം സ്കേർട്ട് വന്നിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് 32 ആണ്. 32ൽ ഇതുമ്പോൾ XXL ആണ് വന്നിട്ടുള്ളത്. 32 ആണ്. ഞാൻ സ്ലിം അല്ലേ, അതുകൊണ്ട് 32 ആണ്. അതായത് നമ്മുടെ പാൻറ് ഏത് സൈസാണോ ആ ഒരു സൈസിന് തന്നെ നിങ്ങൾ സ്കേർട്ട് സെലക്ട് ചെയ്യുക. ഇനി സ്കേർട്ട് വാങ്ങുന്നവർക്ക് സൈസ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീൻസിന്റെ പാൻറ് ഉണ്ടാവുമല്ലോ, അതിന്റെ സൈസ് 32 ആണോ 34 ആണോ അതിനനുസരിച്ചിട്ട് ഈ ഒരു സ്കേർട്ടിന്റെ സൈസ് എടുക്കുക. എനിക്ക് 32 ആയതുകൊണ്ട് തന്നെ കറക്റ്റ് സൈസാണ്, ഒന്നും ചെയ്യാനില്ല. അടിപൊളി സ്കേർട്ടാണ്. അപ്പോൾ ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇത് ഉൾപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മീഷോ ഹോൾ വീഡിയോ വന്നിട്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ ലുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന്റെ വീഡിയോ നെക്സ്റ്റ് വരുന്നതാണ്. അപ്പോൾ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തിട്ട്